ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു പഞ്ച് പോലത്തെ നല്ലൊരു ബൺസാണ് ഉണ്ടാക്കിയത് ഞാനിന്ന്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പത്തിന് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ബൺസ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിലുള്ള ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി പോകരുത്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചതിന് ശേഷം ഇത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞെടുക്കണം. ഉപ്പും പഞ്ചസാര നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 4 ചെറുപഴം ഇട്ട് കൊടുത്തത്, മൈസൂർ പഴം. ഏത് പഴം കൊണ്ട് വേണം ഉണ്ടാക്കിയെടുത്തോളാം. മൈസൂർ പഴം ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് ഏത് ഇഷ്ടപ്പെട്ട പഴം ഉണ്ടാക്കിയെടുത്തോളാം. 2 കപ്പ് മൈദ, ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സാക്കി എടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അത്ര മൈദ ചേർത്ത് കൊടുത്തു ഞാൻ. ഇത് കൂടുതൽ കട്ടില്ലാതെ ഒരു ലൂസായ നിലക്ക് ഞാൻ കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തിൻ്റെ പോലെ കട്ടിയൊന്നും ഉണ്ടാകാൻ പറ്റില്ല. ഒരു ലൂസായ നിലക്ക് വേണം. ഒട്ടിപ്പിടിക്കുമ്പോഴത്തേന് കയ്യിലേക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാനിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 8 മണിക്കൂർ ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. കയ്യിലേക്ക് ഒട്ടി പിടിക്കുമ്പോഴത്തേന് കുറച്ച് എണ്ണ തടഞ്ഞ് കൊടുത്താൽ മതി. ഇതൊന്നുകൂടി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് ഇതിനൊരു ബൗൾസാക്കി എടുക്കണം. ഇത് ബൗൾസാക്കുന്ന മുമ്പ് ഞാൻ എണ്ണ ചൂടാൻ വെക്കാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കാണ്. വെളിച്ചെണ്ണ ഹെൽത്തിയാണല്ലോ, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക്. കുട്ടികൾക്ക് സൺഫ്ലവർ ഓയിലൊന്നും കൂടുതൽ കൊടുക്കാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേന് കയ്യിലേക്ക് ഒന്നുകൂടി ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ ഉണ്ടാവണം. അപ്പത്തിന് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കയ്യിലേക്ക് എണ്ണ തടഞ്ഞ് കൊടുത്താൽ മതി. ഇതെല്ലാം ബൗൾസാക്കിയതിന് ശേഷം ഞാനൊരു ഫ്രഷിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്.
മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലൂസായ നിലക്കുണ്ട് കാണുമ്പോൾ തന്നെ. അതിൻ്റെ കവറിലേക്ക് എണ്ണ തടഞ്ഞ് കൊടുത്താൽ മതി. കൈകൊണ്ട് ഫ്രഷ് ആക്കിയാൽ മതി, ഇല്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. കൂടുതൽ ഫ്രഷ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി എടുത്താൽ മതി. കൈകൊണ്ട് ഷേപ്പ് വരുത്തിയാൽ മതി, ഫ്രഷ് ആക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് ഷേപ്പാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ എണ്ണ ചൂടാൻ പറ്റൂല, ചൂടായാൽ ഇതിൻ്റെ ബൺസിൻ്റെ ഒരു ഷേപ്പ് മാറിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി, നന്നായിട്ട് കിട്ടലുണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര മാത്രം നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ലൊരു ബൺസാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇവിടെ കേരളത്തിൽ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, ബാംഗ്ലൂർ ഭാഗത്ത് കൂടുതലാണ് ബൺസ് കിട്ടൽ. ഇപ്പം ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ബൺസെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പത്തിന് കുട്ടികൾക്ക് ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് കുട്ടികൾക്ക് ബൺസും ചായ, അത് കട്ടൻ ചായയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വൈകുന്നേരം കണ്ണച്ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു പഞ്ച് പോലത്തെ നല്ലൊരു ബൺസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എത്രമാത്രം നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്നോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.